അൻവർ എംഎൽഎക്കെതിരെ ക്രിമിനൽ അപകീർത്തി കേസ് നൽകി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി. തലശ്ശേരി, കണ്ണൂർ കോടതികളിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ശശി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഇതിന് അൻവർ മറുപടി നൽകാത്തതിനെ തുടർന്നാണ് നടപടി. PV അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളാണെന്ന് പി ശശി ആരോപിച്ചു. വിവിധ സമയങ്ങളിലായി പി ശശിക്കെതിരെ അൻവർ 16 ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആരോപണങ്ങൾക്കെതിരെ ശശി നിയമ നടപടിയും സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 3-ന് അൻവറിനെതിരെ വക്കീൽ നോട്ടീസും അയച്ചിരുന്നു. ഈ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നായിരുന്നു ആവശ്യം. നോട്ടീസിന് മറുപടി നൽകാത്ത സാഹചര്യത്തിലാണ് ക്രിമിനൽ നടപടിയുമായി പി ശശി മുന്നോട്ട് പോകുന്നത്. PV അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളെന്ന് പി ശശി ആരോപിച്ചു. സർക്കാരിന്റെ നീക്കങ്ങളിൽ ഇവർ അസ്വസ്ഥരെന്നും മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് തനിക്ക് നേരെയുള്ള അക്രമമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇല്ലാത്ത കാര്യങ്ങൾ തൻ്റെ ആവശ്യത്തിന് വേണ്ടി കെട്ടിച്ചമച്ചു. അത് അപവാദ പ്രചരണമായിട്ട് ഉപയോഗിക്കുക. അത് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് CPM സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു കത്തെഴുതും. ആ കത്ത് അദ്ദേഹം പരസ്യമായിട്ട് പൊതുജനമധ്യത്തിൽ 10-16 ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. അപ്പോൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ഇതെല്ലാം നിഷേധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചു. പിന്നെയും കാര്യങ്ങൾ പറയുകയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗുരുതരമായി കുറ്റം ചെയ്തിരിക്കുന്ന MLA അൻവറിനെതിരായിട്ട് അദ്ദേഹത്തെ ഈ കോടതിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യും. ബാക്കി കോടതിയും നിയമവും തീരുമാനിക്കും. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് അധപ്പതിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപം പറഞ്ഞ് നിലനിൽക്കാൻ കഴിയുമെന്നുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധോലോക സംഘങ്ങളുണ്ട്. മുഖ്യമന്ത്രി ആക്രമിക്കുക, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആക്രമിക്കുക, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുക എന്ന് പറയുന്ന മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള നിലനിൽപ്പിന്റെ ഭാഗം. പി ശശിക്കെതിരെ വാർത്താ സമ്മേളനങ്ങളിലും പരിപാടികളിലും അൻവർ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നൽകിയ കത്തും പുറത്തുവിട്ടിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പങ്കുവച്ച കത്തും പിൻവലിക്കണമെന്നും ശശി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയില്ലാത്ത സാഹചര്യത്തിലാണ് കേസ് കൊടുത്തത്. ജനം, കണ്ണൂർ.